നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വേണം. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം നമ്മൾ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. അത് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളുടെ സ്വാഭാവിക ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുകയാണ് എന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കാണുന്ന എന്നെ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിൽ തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വികാരം തന്നെയാണ്, ഇവരെന്താണ് പിന്നെ അന്വേഷിച്ചത്, എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന്റെ വിലയിരുത്തൽ നൽകാനായി എനിക്കൊപ്പം രാവിലെ പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊരു കഷ്ടമാണ്, അങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. SIT ഇത്രയും നാളും എന്താണ് ചെയ്തത്? ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വലിയ കഷ്ടം തന്നെയാണ്. ഇത്തരത്തിൽ കേസിലെ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതിയാണ് പുറത്തേക്കിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. രണ്ടാമത്തെ കേസിൽ, നേരത്തെ ഒന്നാമത്തെ കേസിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ കേസാണ്. കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം കടത്തിയ കേസ്. അതിലെ ജാമ്യ ഹർജിയാണ് കൊല്ലത്തെ വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഈ കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറത്തേക്കുള്ള ജയിൽ മോചനം സാധ്യമാകും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് അങ്ങനെ ആയത്, അതായത് കേസിൽ തന്നെ മുഖ്യപ്രതി, ഒന്നാം പ്രതി ഇപ്പോഴും ഈ സ്വർണം കവർച്ച നടത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹത തുടരുന്നൊരു സാഹചര്യം നിൽക്കുന്നു. ബാക്കിയുള്ള സ്വർണം എവിടെ കടത്തി എന്നതിന് ഇതുവരെ അന്വേഷണ സംഘത്തിന് യാതൊരു വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ അതിപ്രധാനമായ തെളിവുകളടക്കം ഇനിയും ശേഖരിക്കേണ്ട മുഖ്യപ്രതി തന്നെ ജയിൽ മോചിതനാകുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് പറയേണ്ടതെന്ന് പറയുന്നതിൻ്റെ കാര്യം, കാരണം ഈ കേസിനെ തന്നെ തലവര തന്നെ മാറ്റാൻ കഴിയും ഇത്തരത്തിൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജയിൽ മോചിതരാകുന്നു എന്നതൊരു വലിയ ആശങ്കയോടെ ഭക്തരും മറ്റു വിശ്വാസികളും BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് തന്നെ പ്രത്യേക അന്വേഷണ സംഘം SITയുടെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ SIT കാണിച്ച അലംഭാവമാണ് ഇത്തരത്തിൽ പ്രതികളെ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കി തീർക്കുന്നത്. അതായത് ഈ കേസന്വേഷണം ആരംഭിച്ച് ഇത്ര ദിവസം പിന്നിടുന്നു, 3 മാസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ, അതായത് 90 ദിവസം പിന്നിടുമ്പോഴും ഒരു കുറ്റപത്രം, കേസിന്മേലൊരു കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു താൽക്കാലിക ഇടക്കാല കുറ്റപത്രം പോലും ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടില്ല. അതാണ് സ്വാഭാവിക ജാമ്യം എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി തീർത്തത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ അങ്ങനെ ഒരു ജാമ്യം ലഭിക്കുകയും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെല്ലാം പുറത്തേക്ക് പോകുന്നത്, ജയിൽ മോചിതരാകുന്നതിനെല്ലാം കാരണം SIT വരുത്തി തീർത്തു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോഴും കേസ് ഈ അന്വേഷണം പിന്നിട്ട് 3 മാസം പിന്നിടുമ്പോഴും കേസിൽ നിരവധി ദുരൂഹതകൾ തുടരുന്നുണ്ട്. സ്വർണ്ണമായി ബന്ധപ്പെട്ടായാലും ശരി, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടായാലും ശരി, ഇതിൽ ഉന്നതർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം വലിയ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. പൂർണ്ണമായ ഒരു അന്വേഷണം എങ്ങും എത്താത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പറയുകയാണെങ്കിൽ SIT പരക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. പല തലങ്ങളിൽ പല ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്, പലയിടങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നെങ്കിൽ പോലും അതിലൊരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ ഇതുവരേക്കും ഈ SITക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ആരാണ്, ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്, ഈ ബാക്കിയുള്ള സ്വർണം എവിടെ, തൊണ്ടി മുതൽ എവിടെ, ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ ഉയർന്നു ചോദിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരുവിധ ഉത്തരവും ഇതുവരെ SITക്ക് നൽകാൻ കഴിയിട്ടില്ല. മാത്രമല്ല, അന്വേഷണത്തിൽ ഇത്തരത്തിൽ പരക്കെ അറസ്റ്റ് നടപടികൾ നടന്നു എന്നതല്ലാതെ ഒരു കൃത്യത ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേസിലെ തന്നെ മുഖ്യപ്രതി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് കേസിനെ തന്നെ ബാധിക്കാൻ സാധിക്കും. കാരണം കേസിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഇവർ ഈ പ്രതികളെല്ലാം പുറത്തു നിൽക്കുമ്പോൾ അതിൽ തെളിവുകൾ മാറ്റുന്നതിനായാലും ശരി, മറ്റ് തെളിവുകൾ നശിപ്പിക്കുന്നതിനായാലും ശരി, മറ്റ് രാഷ്ട്രീയമായിട്ട് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ഈ പ്രതികളെല്ലാവരും. അത് CPM-യുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ്. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രനുമായെല്ലാം വലിയ അടുത്ത് നിൽക്കുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തുടർന്ന് സമ്മതിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ നിരന്തരം സന്ദർശനം നടത്തിയവരാണ്. ഇങ്ങനെ ബന്ധമുള്ളവരാണ് ഇവരെല്ലാവരും. അങ്ങനെയുള്ള പ്രതികൾ പുറത്തു നിൽക്കുമ്പോൾ അത് കേസിനെ സ്വാധീനിക്കുവാനും. പ്രശാന്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊരു കഷ്ടമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.